ഫ്രണ്ട്സ്, എല്ലാവർക്കും മീര സേബിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ 40th എപ്പിസോഡ് ഫുൾ റിവ്യൂ ആണ്. അപ്പോൾ റിവ്യൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ സെൻസിൽ ആ രീതിക്ക് എടുത്താൽ മതി. ആ രീതിക്ക് ഞാൻ പറയുന്നുള്ളൂ. അല്ലാത്തപ്പോൾ നമ്മൾ ലൈവ് വരുമ്പോഴാണ് പർട്ടിക്കുലറായിട്ട് ഒരു മാറ്ററിന് ഇന്ന രീതിയിലെല്ലാം നമ്മൾ പറഞ്ഞു വരുന്നത്. സോ അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ വേക്കപ്പ് സോങ് അതൊക്കെ എല്ലാം നന്നായിട്ട് കളിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അൻസിപ്പ ഏറ്റവും കൂടുതൽ എനർജറ്റിക് ആയിട്ട് കാണിക്കുന്ന ആ മോർണിംഗ് സോങ്ങിലാണ്. അത് കഴിഞ്ഞ് പിന്നെ അൻസിപ്പ ഇതുപോലെ വളരെ ക്ലിയർ ആയിട്ട് മറ്റ് ഭാഗങ്ങളിലൊന്നും വരുന്ന കണ്ടിട്ടില്ല. ഒരുപക്ഷെ ഇപ്പോഴും ഈ 40 ദിവസമായിട്ടും ക്യാരക്ടർ അത് തന്നെ ആയിരിക്കാം. അല്ലാതിരുന്ന ഒരാൾക്ക് ഒരു പൊട്ടിത്തെറിയുടെ ലെവലിലൊക്കെ വരാം. പക്ഷെ അൻസിപ്പ അങ്ങനെയല്ല എന്ന് എനിക്ക് തോന്നുന്നു. പോയിന്റ് വെക്കേണ്ട അടുത്തൊക്കെ ചില സമയത്ത് ചില വാക്കുകൾ നല്ല ചില നിലപാടുകൾ വെക്കുന്നത് വളരെ സ്ട്രോങ് ആണ്. പല വിഷയങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അറ്റ് എ ടൈമിൽ ആ പ്രശ്നങ്ങളിൽ ആ ബഹളങ്ങൾക്കിടയിൽ പുള്ളി പറയാറില്ല. അല്ലാതെ പുള്ളി വെക്കുന്ന സ്റ്റേറ്റ്മെന്റ് എല്ലാം അൻസിപ്പ വെക്കുന്ന സ്റ്റേറ്റ്മെന്റ് എല്ലാം വളരെ ക്ലിയർ കട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ആ മോർണിംഗ് സോങ് കഴിഞ്ഞ് അതിന് ശേഷമുള്ളതാണ് നമ്മൾ ലിവിങ് ഏരിയയിലെ ജാൻമോണി മാറ്റർ. അതെന്താണെന്ന് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ ജാൻമണി പർട്ടിക്കുലറായിട്ട് പറയുന്നു, പറഞ്ഞവർക്കറിയാം ഔട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ അത് എടുത്ത് പറയുമ്പോൾ എന്തായാലും ഇത് ആരെങ്കിലുമൊക്കെ ചികഞ്ഞ് അതാര് പറഞ്ഞു, എന്ത് പറഞ്ഞു, എന്തിനു വേണ്ടി പറഞ്ഞു എന്നുള്ളത് കണ്ടുപിടിക്കുന്നുണ്ടാകും. അത് ട്രോളായിട്ടോ അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും വീഡിയോസ് ആയിട്ടോ വരാനുള്ള സാധ്യത എന്തായാലും ഉണ്ട്. പക്ഷെ ഈ നിമിഷം വരെ എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ജാൻമണി ഒരു സംഭവം പറയുന്നുണ്ട്, ഒരു വാക്ക് നമ്മുടെ ഈ കണ്ടസ്റ്റന്റിൽ കൂടെയുള്ളവരാരോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ പറഞ്ഞ വ്യക്തിക്ക് അറിയാം. പക്ഷെ ഇന്ത്യയിൽ മൊത്തം ട്രാൻസ്ജെൻഡേഴ്സ് മൊത്തം പേരുണ്ട്. അവർക്കെല്ലാവർക്കും അവരെല്ലാവരും കാണുന്നതാണ്. പക്ഷെ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പക്ഷെ ഇനിയുള്ളവരത് ശ്രദ്ധിക്കുക. പക്ഷെ ആരെയും ഞാൻ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ പറഞ്ഞവർക്ക് ഇതറിയാം. ഇതോടെ ഈ ചാപ്റ്റർ ഇവിടെ നിന്ന് വിടുന്നു എന്നൊക്കെയാണ് ജാൻമണി പറയുന്നത്. പിന്നെ അവിടുന്ന് അങ്ങനെ പുകഞ്ഞു. അത് നോറയ്ക്കാണ് ഏറ്റവും കൂടുതൽ പുകച്ചിൽ വന്നത്. നോറയെ നോക്കി പറഞ്ഞതുകൊണ്ട് ഇന്നയാണോ പറഞ്ഞത് എന്നുള്ളൊരു ഇതായി. പിന്നെ നോറ അവിടെ കിടന്ന് ചിലയ്ക്കാൻ തുടങ്ങി. പിന്നെ ജാസ്മിനും അത് ഏറ്റുപിടിച്ചു. പിന്നെ ജാസ്മിന് ജിൻഡു അത് കൺവിൻസ് ചെയ്തിട്ട് നിന്നെ അല്ല പറഞ്ഞത് എന്നുള്ളത്. ജാൻമണി പറയുന്നത് പറഞ്ഞ ആൾക്കാർക്ക് അറിയാം, പറയാത്ത ആൾക്കാർക്ക് അത് ഹേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കുറേ പേര് അതാണ് എടുത്തത്. ഞാനത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഫീലിങ്സ് ഇല്ല എന്ന് പറയുന്നു. അതുപോലെ കുറേ പേര് അങ്ങനെ പറയുന്നു. പക്ഷേ നോറയും ജാസ്മിനാണ് ഏറ്റുപിടിച്ചത്. പിന്നെ ജാസ്മിൻ ഓക്കെ, പക്ഷെ നോറ അവിടെ കൊണ്ട് വിടാനും തയ്യാറായില്ല. പിന്നെ അതുപോലെ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസത്തിൽ. അത് കഴിഞ്ഞ് ആ ഒരു ചർച്ച എങ്ങും എത്താതാവുമ്പോഴാണ് പിന്നെ ബിഗ് ബോസ് വിളിച്ചിട്ട് ഇത്തരം സെൻസിറ്റീവായ മാറ്ററുകൾ വെറുതെ ചർച്ച ചെയ്യാൻ ഇടയാകരുത് എന്നൊക്കെ പറഞ്ഞൊരു വാണിംഗ് കൊടുത്ത് സെറ്റിൽ എല്ലാവരെയും പിടിച്ച് ഇരുത്തുന്നുണ്ട്. ആ സമയത്താണ് സിബിൻ അവിടെ നിന്ന് എന്തോ പറഞ്ഞത്. എന്താണ് മാറ്റർ നമുക്ക് കേൾക്കുന്നില്ല, പതുക്കെയാണ് പറയുന്നത്. ബിഗ് ബോസ് പറയുമ്പോൾ എല്ലാവരും ഒന്ന് ശാന്തരായി ഇരുത്താൻ വേണ്ടി ഇരുത്തിയതാണ്. ആ സമയത്ത് ജാസ്മിൻ അവിടെ എടുത്തിടുന്നത് ദേ വേസ്റ്റ് ചിലയ്ക്കുന്നു എന്ന് പറഞ്ഞോടുകൂടി സിബിന് അത് പ്രൊവോക്കായി. കാരണം ജാസ്മിൻ പ്രൊവോക്ക് ചെയ്തതാണ്, നമ്മളത് വ്യക്തമായി കാണുന്നുണ്ട്. അപ്പൊ സിബിൻ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ സെറ്റിൽ 2-3 ഇടിയൊക്കെ ഇടിക്കുന്നുണ്ട്. ഇടിച്ചിട്ട് ആ ഒരു ദേഷ്യം തീർക്കാനായിട്ടാണ് മറ്റൊരു ഗസ്റ്റർ ആ വിരൽ ഗസ്റ്റർ കാണിക്കുന്നത്. അത് ജാസ്മിൻ കണ്ടു, അത് പിന്നെ ഏറ്റുപിടിച്ചു. അവസാനം സിബിൻ അത് മാപ്പ് പറഞ്ഞു, ജാസ്മിനോട് മാപ്പ് പറഞ്ഞു, വീട്ടിലുള്ളവരോടും മാപ്പ് പറഞ്ഞു, കാണുന്ന പ്രേക്ഷകരോടും മാപ്പ് പറഞ്ഞു. സോ അത് കഴിഞ്ഞ് വീട്ടുകാരൊരു പണിഷ്മെന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പവർ ടീം ആണ് എന്ന് പറഞ്ഞിട്ട് മാപ്പ് പറഞ്ഞതോടുകൂടി അതങ്ങ് സോൾവ് ആകുന്നില്ല. ഒരു പണിഷ്മെന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ബിഗ് ബോസ് വിളിച്ച് സിബിൻ അത് വാണിംഗ് കൊടുത്തു, മേലിൽ ഇത് ആവർത്തിക്കരുത് എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല ഇത് ലാലേട്ടന്റെ എപ്പിസോഡിൽ ലാലേട്ടൻ ബാക്കി കാര്യങ്ങൾ ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് സാറ്റർഡേ എപ്പിസോഡിൽ നാളെയോ മറ്റന്നാളോ ഉള്ള സാറ്റർഡേ സൺഡേ എപ്പിസോഡിൽ സിബിന് ഇതൊന്ന് കൊടയും എന്ന് തന്നെ നമുക്കത് പ്രതീക്ഷിക്കാം. ഇതിൽ സത്യം പറഞ്ഞ ജാസ്മിൻ പ്രൊവോക്ക് ചെയ്തെങ്കിൽ തന്നെയും സിബിൻ എത്ര പ്രഷർ ആയിട്ടാണ് അങ്ങനെ ചെയ്തെങ്കിൽ കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം പറയാം. പക്ഷെ അങ്ങനെയുള്ളതെല്ലാം കാണിക്കാൻ പാടില്ലായിരുന്നു. ബിഗ് ബോസിന്റെ റൂൾ ഉണ്ടല്ലോ, സഭ്യമായത് വേണമെന്നുള്ളത്. അപ്പൊ നമ്മൾ റൂൾ ബ്രേക്ക് ചെയ്യുമ്പോഴാണല്ലോ കർശനമായിട്ട് കുറച്ച് ഹാർഷായിട്ടൊക്കെ ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. സോ അത് വേണ്ടിയിരുന്നില്ല. എന്റെയും അഭിപ്രായം അത് തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞ് ജയിൽ നോമിനേഷൻ വന്നു. ജയിൽ നോമിനേഷനിൽ നോറ നോമിനേഷനിൽ വന്നു. അതോടുകൂടി നോറന്റെ എന്താ പറയുക ടെമ്പർ തെറ്റി. നോറയെ പറ്റി ആരും ഒന്നും പറയാൻ പാടില്ല. പുകഴ്ത്തി പറഞ്ഞാൽ നോറ ഓക്കെ. നോറയെ പറ്റി ജയിൽ നോമിനേഷൻ വന്നതോടുകൂടി നോറയുടെ ടെമ്പർ തെറ്റി ഇതായി.
പിന്നെ അതായത് പവർ ബീഡിന്റെ ഡയറക്റ്റ് നോമിനേഷനാണ് നോറയെ തെരഞ്ഞെടുത്തത്. പിന്നെ മറ്റുള്ളവരെല്ലാവരും ചേർന്ന് ജാസ്മിനെ തെരഞ്ഞെടുത്തു. ആകെ ജാസ്മിനും കൂടെ ജയിലിലേക്ക് വരുന്നു എന്ന് പറയുന്നത് ബാത്റൂമിന്റെ അവിടെ പോയി. പിന്നെ കരച്ചിലും പിഴിച്ചിലും സായിയാണ് കേൾവിക്കാരനായിട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ടുള്ള ഒരു ഇറിറ്റേറ്റിംഗ് ലേഡി ആരാണെന്ന് ചോദിച്ചാൽ നോറയാണത്. നോറയ്ക്ക് മറ്റുള്ളവരെ കുറിച്ചിട്ട് ഒന്നും മനസ്സിലാക്കാനില്ല. നോറയ്ക്ക് എന്നെ ആരും ആശ്വസിപ്പിക്കുന്നില്ല, എന്നെ ആരും സംസാരിക്കാൻ വിടുന്നില്ല. എന്തുകൊണ്ട് എല്ലാവരും എന്നെ കുറ്റം പറയുന്നു? എന്റെ ജാസ്മിനും പോകുന്നുണ്ടല്ലോ ജയിലിലേക്ക്, അപ്പൊ ജാസ്മിൻ അതുപോലെ പറയുന്നില്ല. അവര് തെറ്റ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് സമ്മതിച്ച് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്ത് പോകണം. പക്ഷെ നോറയ്ക്ക് അത് പറ്റില്ല. അങ്ങനെ നോറ കുറേ സംഭവങ്ങൾ പറയുന്നത് ചുമ്മാ ക്യാമറ നോക്കി അത് ഇത് പറഞ്ഞുകൊണ്ട് ചീവീട് കത്തുന്ന പോലെ കത്തലാണ് പണി. അതെന്താ നോറ അങ്ങനെയെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും നോറയുടെ കാര്യത്തിൽ നോറയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള സീൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വീര്യം കൂടിയ പോയിസൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോറയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് നോറ റൂമിൽ വരുന്നുണ്ട്. അബിയാണ് കുറച്ചുകൂടെ നന്നായിട്ട് നോറയോട് സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ വൈൽഡ് കാർഡ് വന്നതിൽ അബി നല്ലൊരു കേൾവിക്കാരനായിട്ട് ഇരിക്കുന്നുണ്ട് നോറയുടെ അടുത്ത്. ഇന്നിപ്പോൾ ബാത്റൂമിൻ്റെ അവിടെ വെച്ച് നോറ കുറേ സംഭവങ്ങൾ പറയുമ്പോൾ ഒരുപാട് സമയം സായി അത് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് സായിക്ക് അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പോഴേക്കും എന്നെ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയട്ടെ നിങ്ങളത് കേൾക്കൂ എന്ന് പറയുമ്പോൾ കണ്ണീര് വിട്ടത് പറയുമ്പോൾ സായി അത് മൊത്തം കേട്ടിട്ടുമുണ്ട്. എത്രയോ ക്ഷമ നശിക്കുന്ന പോലെയാണ്. അതായത് നോറ റേഡിയോ പോലെയാണ്, അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ല, ഇങ്ങോട്ട് നമ്മൾ കേട്ടോണ്ടേ ഇരിക്കണം എന്നൊരു അവസ്ഥയാണ്. സോ അത് കഴിഞ്ഞ് റൂമിൽ വന്നപ്പോൾ അബിയും അതുപോലെ പറയുന്ന സമയത്ത് അബി പറയുന്നുണ്ട്, നിന്റെ കയ്യിലുള്ള ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ നീ ഒരു കാര്യം നിന്നെ ബാധിക്കുന്നില്ല എന്ന് കണ്ടാൽ ചോദ്യം ചെയ്യണം, അത് കഴിഞ്ഞ് അത് അപ്പം വിടണം. പക്ഷെ അതിൽ വള്ളി കയറി തൂങ്ങി പിടിച്ച് ഒരുപാട് സീൻസ് നീ ക്രിയേറ്റ് ചെയ്യരുത്, അതാണ് ഇവിടെ എല്ലാവരും പറയുന്നതെന്ന് പറയുമ്പോൾ അപ്പം എനിക്ക് ചോദിക്കാൻ പാടില്ലേ, അപ്പം ഞാൻ ചോദിച്ചാണോ തെറ്റെന്ന് പറഞ്ഞ് അബിയുമായിട്ട് ഉടക്കി. അവസാനം അബിക്ക് ഉത്തരം മുട്ടി, ഇനി ഞാൻ നിന്നോട് സംസാരിക്കുന്നില്ലടി, എനിക്കിനി വയ്യ, ഇനി നിന്റെ അടുത്ത് ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നുണ്ട്. അപ്പൊ നീ എൻ്റെ അടുത്ത് മിണ്ടണ്ടടാ, എനിക്ക് നീ വേണ്ടടാ എന്ന് പറഞ്ഞ് അവളും തിരിഞ്ഞ് കിടക്കുന്നുണ്ട്. അവിടെ ബെഡിൽ കിടന്നുകൊണ്ടിരുന്നാണ് അബി എണീച്ചു പോയി. നോറ തിരിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പൊ ആകെ കൂടെയുള്ള ഒരു കേൾവിക്കാരനായിരുന്നു അബി, അതിനെയും ഇല്ലാതാക്കി. അതാ പറഞ്ഞത് നോറയ്ക്ക് എന്തിന്റെ കേടാണെന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക് ആണ്. ക്യാപ്റ്റൻസിയിലേക്ക് 3 പേര് മൂന്ന് പേരായിരുന്നു നോമിനേഷനിൽ വന്നത്. ശ്രീതു, നന്ദന, അതുപോലെ പിന്നെ ആരാണ് നമ്മുടെ ജിൻഡോപ്പൻ. അതിൽ നല്ല ഒരു മത്സരം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൽ നല്ല ലെക്കും ഉണ്ട് ശ്രീതുവിന്. അതുപോലെ ക്ഷമയോടെ കളിച്ചു. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ജിൻഡോപ്പൻ എല്ലാം ഇങ്ങനെ ഒരു ബോൾ എറിയുന്ന ടാസ്ക്കാണ്. നന്ദനയ്ക്ക് 2-3 കിട്ടി, അതുപോലെ ജിൻഡോപ്പനും 2-3 കിട്ടി. പക്ഷെ 8-9 ബോൾ എറിഞ്ഞുകൊണ്ട് ശ്രീതു യാതൊരു തടസ്സവുമില്ലാതെ ക്യാപ്റ്റനാകാൻ കഴിഞ്ഞു. അത് നല്ല, എനിക്ക് തോന്നുന്നു ഇനി ശ്രീതു കുറച്ചുകൂടെ നന്നായിട്ട് ശ്രദ്ധിക്കണം, കുറച്ചുകൂടി നന്നായിട്ട് കളിച്ച് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. ഇപ്പോൾ ഗെയിമിലൊക്കെ അതുപോലെ കാണിച്ചു. ഇനി അങ്ങോട്ട് വീട് ഭരിച്ചു കൊണ്ടുവരുന്നതും അതുപോലെ കാണിച്ച് കുറച്ചും കൂടി നിൽക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗോൾഡ് വിന്നറിന്റെ ഒരു ടാസ്ക് ഉണ്ട്. അതിൽ പൂജ ടീമാണ് വിൻ ചെയ്യുന്നത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവർ നല്ലൊരു സ്പിരിറ്റിൽ ആ ഒരു ടാസ്ക് ഒക്കെ കളിച്ച് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പഴംപൊരിയോ മറ്റോ കൊടുക്കുന്നുണ്ട് കേട്ടോ ബിഗ് ബോസ്. കുറേ എണ്ണം വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്, കുറേ പേരും ഉണ്ടല്ലോ. എല്ലാവരും കൂടെ പിന്നെ കലപില എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഫുഡ് കിട്ടാതെ പെട്ടെന്ന് അത് കിട്ടുന്ന സമയത്ത് വിശന്നിരിക്കുമ്പോൾ കുറേ പേർക്ക് ഫുഡ് കിട്ടിയില്ല. കുറേ ദിവസങ്ങളായിട്ട് കേട്ടോ, നോട്ട് ദി പോയിന്റ്, കുറേ ദിവസങ്ങളായിട്ട് ഫുഡ് കിട്ടാത്തവരെടുത്ത് ഒരു 100 പേരുണ്ടെങ്കിൽ 10 പൊതി കൊടുത്താൽ എങ്ങനെ ഉണ്ടാകും? എനിക്കെന്ന് പറഞ്ഞിട്ട് കൈയിട്ട് വരില്ലേ? സോ സംഭവം അതുപോലെ ഇവര് 19 പേർക്ക് ഒരു 50 പഴംപൊരി വെച്ചിട്ടുണ്ടാവും തോന്നുന്നു കേട്ടോ. 50 ആണെന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞതാണ് അങ്ങനെ. അതിലെല്ലാവരും കൂടെ ആ കൈയിട്ട് വരുന്നുണ്ട്. എൻ്റെ പൊന്നു, ശരിക്കും പറഞ്ഞാൽ നാച്ചുറലാണ് കേട്ടോ അതൊക്കെ. ഞാൻ ഇപ്പം റിവ്യൂ ആയതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത് നാച്ചുറലാണ്. നമ്മളും ചില സമയത്ത് നമ്മളുടെ ഇഷ്ടത്തിന് നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെ മറ്റുള്ളവരുടെ കൺട്രോളിൽ നമ്മൾ നിൽക്കുമ്പോൾ അറിയാതെ നമ്മുടെ ചില ക്യാരക്ടറുകൾ പുറത്തു വരും പറയില്ലേ, അതുപോലെ എനിക്കത് കണ്ടപ്പോൾ ഞങ്ങൾ വീട്ടിൽ കുറേ ചിരിച്ചു. അവരെല്ലാവരും കൂടെ കാക്കൂട്ടി കയറ്റും, അങ്ങനെയല്ല ഒരു ആക്രാന്തം മൂത്തിട്ട് കൈയിട്ട് വരില്ലേ, എനിക്കാദ്യം എന്നിട്ട് കയ്യിൽ കിട്ടുന്നതൊക്കെ വാരി എടുത്തിട്ട് ഓടില്ലേ, അതുപോലത്തെ സീനൊക്കെ കണ്ടപ്പോൾ നമ്മൾ എത്ര മെച്യൂർഡ് ആയെങ്കിലും നമുക്കുള്ളിലുള്ള ആ കുട്ടികളുടെ ഇതില്ലേ പിടിവലിയൊക്കെ, അതുപോലെ എനിക്ക് തോന്നി. ഇത്രയും ഞാൻ ഉദ്ദേശിച്ചത്. പഴംപൊരി കേട്ടോ.
പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ജയിലിലേക്ക് പോകുന്നതാണ്. ജയിലിൽ നമ്മുടെ ടീംസ് ഉണ്ടല്ലോ, എന്താ പറയുക, നോറയും ജാസ്മിനും ജയിലിലായി. ഓ, നോറ ഇന്നലെ ജാസ്മിന് വേണ്ടി ഘോരം പ്രസംഗിച്ചതായിരുന്നു. ആരുടെ അടുത്ത്? ജിൻഡോന്റെ അടുത്ത്. ഇന്ന് കൂടെ വരുന്നത് ജാസ്മിനാണ്. ജയിലിൽ എന്ന് പറയുന്നത് ഫ്യൂസ് പോയ പോലെ. കാരണം ഗബ്രിയുടെ കൂടെ കഴിഞ്ഞ ആഴ്ച ജയിലിൽ കിടക്കേണ്ടി വന്നപ്പോൾ അത് അപമാനമായിന്ന്. ഇനി ജാസ്മിന്റെ കൂടെ കിടന്ന് അതുപോലെ പുറത്ത് തല കാണിക്കാൻ പറ്റില്ല എന്ന രീതിയിലുള്ള ഒരു ടോക്കൊക്കെ നോറ നടത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോഴും ഞാൻ പറഞ്ഞു, എനിക്ക് ജാസ്മിൻ ഗബ്രി അവരുടെ ടീം എന്താ പറയുക, അവരുടെ ഒരു പറ്റിക്കൽ ഡ്രാമയോട് എനിക്ക് താല്പര്യമില്ല. പക്ഷെ രണ്ടുപേരും നല്ല കണ്ടന്റ് കൊടുക്കുന്നുണ്ട്, നല്ല ഗെയിം കളിക്കുന്നുണ്ട്. പക്ഷെ ഈ നോറ പറയുന്ന പോലെ അവരുടെ കൂടെ ജയിലിൽ നോറ പെട്ടതുകൊണ്ട് നോറയ്ക്ക് വെളിയിൽ അപമാനമാണ് എന്ന് പറയുന്ന നോറയുടെ ആ സ്റ്റേറ്റ്മെന്റിന് 101% ഞാൻ എതിരാണ്. ജാസ്മിൻ എങ്ങനെയും ആയിരിക്കാം, ഗബ്രി എങ്ങനെയും ആയിരിക്കാം, ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും കണ്ടസ്റ്റന്റുകളാണ്. അവർ 19 പേരുണ്ടെങ്കിൽ 19 സ്വഭാവക്കാരാണ്, 19 തരക്കാരാണ്. ഗെയിമിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കുത്തിത്തിരിപ്പും കുതികാൽ വെട്ടും ചീത്തവിളിയും എല്ലാം അടിപിടികളും ഉണ്ടാവും. അടിപിടി പറഞ്ഞാൽ ഫിസിക്കൽ അല്ല കേട്ടോ, വായു കൊണ്ട് നാക്കുകൊണ്ടുള്ള അടിപിടികളെല്ലാം ഉണ്ടാവും. പക്ഷേ ബിഗ് ബോസ് വീട്ടിന് വെളിയിൽ പോകുമ്പോൾ ഇവർ ഇത്തരക്കാരാണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലുള്ള ആ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇറക്കുന്നത് വളരെ തെറ്റാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഏറ്റവും വലിയ പോയിസൺ ആരാണെന്ന് ചോദിച്ചാൽ നോറയാണ്. ശരിക്കും നോറ ആ വീട്ടിൽ നിൽക്കാൻ ഡിസർവ് അല്ല എന്നാണ് എനിക്ക്. കാരണം ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടർ അതിനകത്ത് ഉണ്ടെങ്കിൽ നാളെ അതായത് നോറയെ ജയിലിലിട്ടതുകൊണ്ടാണ് നോറയ്ക്ക് ഇങ്ങനെ. അപ്പൊ കൂടെ ആരോ വരുന്നത് അവരുടെ കൂടെ ഇരിക്കുന്നതുകൊണ്ട് നോറയ്ക്ക് വെളിയിൽ അപമാനമാണെന്ന്. നോറയുടെ ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നത്, റിവ്യൂവിൽ ഞാൻ ഇത് പറയാൻ പാടില്ല, എന്നാലും ഞാൻ ഒരു കാര്യം പറയണം. നോറയുടെ ഭർത്താവ് എന്ന് പറയുന്ന ആള് നോറയെ കുറിച്ച് വെളിയിൽ പറയുന്നത് എന്തൊക്കെയാന്ന് കേട്ടാൽ ഇത്രയും വൃത്തികെട്ടതാണോ നോറ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. നമ്മൾക്ക് അത് അറിയുന്നുണ്ട്. കുറെ വീഡിയോസൊക്കെ വെളിയിലിരിക്കുമ്പോൾ നമ്മൾ പ്രേക്ഷകർ അറിയുന്നുണ്ട്, അതിന് നെഗറ്റീവും പോസിറ്റീവും പ്രേക്ഷകർ അറിയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നോറ ഒരിക്കലും ജാസ്മിനോ അവരുടെ ഗെയിം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അവരുടെ പേര്, എനിക്ക് അവരുടെ പേര് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇഷ്ടമൊന്നുമല്ല, പക്ഷെ അത്തരത്തില് അപമാനിക്കത്തക്ക വിധം അത്രയ്ക്ക് നല്ലവളാണോ നോറ? അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഇപ്പൊ നോറ ഞാൻ പോലും അത്രയ്ക്ക് നല്ലവളാണോ എന്ന് ചോദിച്ചത് തന്നെ നോറയുടെ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായതുകൊണ്ടാണ്. ഓക്കെ, അത് കഴിഞ്ഞു. അവര് ജയിലിലെ വിട്ടു. രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് പണിഷ്മെന്റ് കൊടുക്കുന്നത് മുത്തുമാല കോർക്കലാണ്. മാല കോർത്ത് നാളെ വീട്ടിലുള്ള ഓരോരുത്തർക്കും അത് ഗിഫ്റ്റായിട്ട് കൊടുക്കണം. അപ്പോൾ അവരെ ജയിലിലിട്ട് അവർ ആ മാല കോർക്കുന്നതിൻ്റെ ഇടയിൽ അവർക്ക് കഞ്ഞി ആണോ മറ്റു വരുന്നത് ഒരു ബൗളിൽ രണ്ടുപേർക്കും കൂടി ഉള്ളതാണ് കൊടുക്കുന്നത്. അപ്പൊ ക്യാപ്റ്റൻ ആ കഞ്ഞി അതെല്ലാം വെക്കാൻ ജയിലിന്റെ വാതിൽ തുറക്കുന്നു. കുനിഞ്ഞ് നിന്ന് വാതിൽക്കൽ തന്നെ പുറത്താ നിൽക്കുന്നത്. ജയിലിന്റെ വാതിൽ തുറന്നു. ക്യാപ്റ്റൻ മീൻസ് ജിൻഡോ പുറത്ത് നിൽക്കുന്നു. എത്തി കുനിഞ്ഞ് ഡോറ് കുറച്ചേ തുറന്നിട്ടുള്ളൂ. ഏത് ജയിലിന്റെ വാതില് കുറച്ച് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇത്രേ തുറക്കുന്നുള്ളൂ. ഇതിന്റെ ഇടയിലാണ് കുനിഞ്ഞ് നിന്ന് എത്തി ആ കഞ്ഞിയും കറിയും വെക്കുമ്പോഴത്തേക്കും ജിൻഡോന്റെ ബാക്കിൽ കൂടെ ജിൻഡോ കുനിഞ്ഞ് നിൽക്കുകയാണല്ലോ ബാക്കിലൂടെ. അതിപ്പോ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നുള്ളത് അറിയില്ല, അത് കോമഡിയാണ് നോക്കണേ. നമ്മുടെ ഗബ്രി പാഞ്ഞു വരുന്നു. കുനിഞ്ഞു നിൽക്കുന്ന ജിൻഡോന്റെ മേലെ കൂടെ ഇങ്ങനെ വരുന്നു. ജാസ്മിൻ ഓടി വന്ന് അങ്ങനെ ഒന്ന് ഹഗ് ചെയ്യണു. ആ ചെറിയൊരു ഗ്യാപ്പില് ഹഗ് ചെയ്യുന്നു. ഒരൊറ്റ സെക്കൻഡ് ജിൻഡോ എന്ന് എണീച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും ദാണ്ടെ അവിടെ കിട. അപ്പൊ ഇത്രയ്ക്കും എന്താ പറയാ ഒരു ഹഗ്ഗാണ്. അല്ലെങ്കിൽ നമ്മളൊരു ഹഗ് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതിന്റെ ആ സാഹചര്യമാണ് നിങ്ങൾ നോക്കുന്നത്. ജിൻഡോ ഒരു വ്യക്തി കുനിഞ്ഞു നിൽക്കുന്ന ആ ഗ്യാപ്പിൽ പോയിട്ട് ചെയ്തതിനാണ് ഞാൻ പറയുന്നത്. അത് കുറച്ച് അക്രമമായി പോയി. ഇത്രയ്ക്കും ഇതിനാണ് പറയുന്നത് ആക്രാന്തം എന്നുള്ളത്. അല്ലെങ്കിൽ അവർ വന്നു ജിൻഡോ മാറിന ശേഷം ജയിൽ തുറന്നു 1 മിനിറ്റ് എന്ന് പറഞ്ഞ് ഹഗ് ചെയ്താണെങ്കിൽ നമുക്കത് അവരുടെ ഇഷ്ടം അവർ പ്രകടിപ്പിച്ച് ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞു ആ ലെവലിലേ എടുക്കുള്ളൂ. പക്ഷെ ഇങ്ങനെ ചെയ്തതുണ്ടല്ലോ, ഇനി ബാക്കി ട്രോളുകളിൽ കാണാം. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ലാലേട്ടൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ജയിൽ ഒരു സുഖവാസ കേന്ദ്രമല്ല. ലാലേട്ടനാണ് അല്ല, ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് ജയിൽ ഒരു സുഖവാസ കേന്ദ്രമല്ല. സോ അപ്പോൾ
ഇത് ഇങ്ങനെ ഈ ജിൻഡോ കുനിഞ്ഞു നിൽക്കുന്ന സമയത്ത് ചെയ്യുമ്പോൾ ഇവർ പർപ്പസായിട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഇത് ഇവരുടെ എക്സ്ട്രാ ഓർഡിനറി കണ്ടന്റ് വെളിയിൽ പോകാനായിട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നി. എന്തായാലും ജയില് ഉണ്ടാക്കിയ ഈ സംഭവങ്ങളെല്ലാം നന്നായിട്ട് ടെലികാസ്റ്റ് ആവുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് നോറയും ജാസ്മിനും തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. നോറയ്ക്ക് ഇറിറ്റേറ്റ് ആണല്ലോ ജാസ്മിനുള്ളത്. അപ്പോൾ അവരുടെ ബന്ധത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ആരാണ് ശരിക്കും, നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങളുടെ വീഡിയോ ലാലേട്ടൻ ഇട്ടപ്പോഴാണ് നിങ്ങൾ എങ്ങനെയൊക്കെ ആണെന്നുള്ളത് എനിക്ക് അറിയുന്നത്, ഇപ്പോഴും എനിക്കൊരു വ്യക്തതയില്ല എന്നൊക്കെ അതിനെക്കുറിച്ച് അവർ കുറേ സംസാരിക്കുന്നുണ്ട്. അതിൽ ഞാൻ കുറച്ചേ പറയുന്നുള്ളൂ. ഇപ്പം നോറ പറയുന്നുണ്ട്. ആ സമയത്ത് ജാസ്മിൻ പറയുന്നത് ഞങ്ങളുടെ ബന്ധത്തിൽ ഒരു ക്ലാരിറ്റിയും ഇല്ല, അതാണ് എൻ്റെ ക്ലാരിറ്റി എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ എനിക്കാണോ വട്ട് നിങ്ങൾക്കാണോ വട്ട് എന്ന് ചോദിച്ച പോലെയാണ്. ഞങ്ങളുടെ ബന്ധത്തിനൊരു ക്ലാരിറ്റി ഇല്ല, അതാണ് എൻ്റെ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്? ഇത് തമിഴിലെ കരകാട്ടം പടത്തിലെ വാഴപ്പഴ കഥ പോലെ അത് തന്നെയാണ് ഇത് തന്നെയാണ് അത് എന്ന മാറ്ററിൽ അങ്ങനെ ഇട്ടൊന്ന് മേക്കപ്പ് ചെയ്ത് ജാസ്മിനെ അവിടെ ഒതുക്കി. അതൊക്കെ കഴിഞ്ഞ് മാലയൊക്കെ കോർത്തു. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ജിൻഡോയും ജാസ്മിൻ ജയിലിനകത്തും ജിൻഡോ പുറത്തുമൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ട്രോളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഗംഭീരമായിട്ട് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് മനസ്സ് കേൾക്കാതെ ഗബ്രി പുറത്ത് വന്ന് ജാസ്മിനോട് ഒരു പ്ലെയിൻ കിസ്സൊക്കെ കൊടുത്ത് ഉറങ്ങാൻ പോണു. നീ ആ കോർണറിലിരുന്നോ, ഞാൻ എൻ്റെ ബെഡിൽ കിടന്നു കഴിഞ്ഞാൽ നിന്നെ കാണാം, അപ്പം നീ എന്നെ നോക്ക്, ഞാൻ നിന്നെ നോക്ക്, അങ്ങനെ നമുക്ക് ഉറങ്ങാന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ ഡെൻ റൂമിൽ പോകുന്നു. ഗബ്രി കൈകൊണ്ട് കാണിക്കുന്നു, ജാസ്മിൻ അത് കാണുന്നു. സോ രണ്ടുപേരും കൂടെ നോക്കി നോക്കി കിടക്കായി എന്ന് വാഗ്ദാനം കൊടുക്കുന്നു. ഗബ്രി കയറി കിടക്കുന്നു. അങ്ങനെ നോക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആരാണ്, അപ്സരയും പിന്നെ ആരാണ് അതിനകത്ത് രശ്മിനാണ് തോന്നുന്നു കുറേ ഷോളൊക്കെ കൊണ്ട് മറക്കുണ്ടായിരുന്നു, ഇവർ തമ്മിൽ കാണണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. നേരം വെളുക്കുവോളം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സോ അങ്ങനെ കണ്ണും നോക്കി ആ ഒരു ട്രാക്കിലുള്ളവർ അങ്ങനെ തന്നെ പറയട്ടെ അങ്ങനെ കിടക്കുന്നുണ്ട്. ഇതോടെ എപ്പിസോഡ് കഴിയുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇപ്പോൾ ഡേ 40 കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. നാളെ സാറ്റർഡേ എപ്പിസോഡ് ലാലേട്ടൻ വന്ന സിബിൻ്റെ കാര്യം എടുത്ത് ചോദിക്കുന്ന ഒരു വിഷയം ഉണ്ടാകാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.